ഹായ് രാധേ. ഇന്നത്തെ സയൻസ് ക്ലാസ്സിലെടുത്ത സുരക്ഷിത ഭക്ഷണം എന്ന പാഠം എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ ഒരുപാട് പോയിന്റുകളുണ്ട്, അല്ലേ? അതെ രാജു, നമുക്ക് ഓരോ പോയിന്റായി പറഞ്ഞു നോക്കാം. ആദ്യം ആഹാരം എന്തിനാണ് എന്ന് നോക്കാം. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആഹാരം വേണം. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കാനും ആഹാരം കൂടിയേ തീരൂ. കൊള്ളാം. ഇനി നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നല്ലതാണോ? അല്ല രാജു, ഗുണമേന്മയില്ലാത്ത ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം പോഷകപ്രദവും സുരക്ഷിതവുമായിരിക്കണം. സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം. അതിന്റെ കുറവും തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് മിക്ക ആരോഗ്യപ്രശ്നങ്ങൾക്കും കാരണം. ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. ഉദാഹരണത്തിന്, മത്സ്യം വാങ്ങുമ്പോൾ വിരൽ കൊണ്ട് അമർത്തിയാൽ കുഴിഞ്ഞു പോകാതെ പൂർവ്വസ്ഥിതിയിലാകണം. ചെകിളപ്പൂകൾക്ക് തിളക്കമുള്ള പിങ്ക് നിറമായിരിക്കണം. ചാരനിറമോ പച്ചനിറമോ ഒഴിവാക്കണം. കണ്ണുകൾ കുഴിയാത്തതും ദുർഗന്ധമില്ലാത്തതുമായിരിക്കണം. ശരിയാണ്. ഇനി പാലും പാലുൽപ്പന്നങ്ങളും വാങ്ങുമ്പോൾ പായ്ക്കറ്റിൽ ലോഗോ ഉണ്ടാകണം. പായ്ക്ക് ചെയ്ത തീയതിയും കാലാവധി കഴിയുന്ന തീയതിയും കൃത്യമായി നോക്കണം. ചീസും പനീറും പോലുള്ളവ പാക്ക് ചെയ്തതും സീൽ ചെയ്തതുമായിരിക്കണം. പഴങ്ങളും പച്ചക്കറികളുമാണെങ്കിൽ അതിന്റെ പുറന്തോട് കേടില്ലാത്തവ തിരഞ്ഞെടുക്കണം. പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ, ബിസ്ക്കറ്റ്, ചിപ്സ് വാങ്ങുമ്പോൾ ലേബൽ ശ്രദ്ധിക്കണം. അതിലെന്തെല്ലാമുണ്ടാകും? ഭക്ഷ്യവസ്തുവിന്റെ പേര്, ചേരുവകളുടെ പട്ടിക, പോഷകഘടകങ്ങൾ, നിർമ്മിച്ച തീയതി, കാലാവധി കഴിയുന്ന തീയതി, അളവ്, തൂക്കം, FSSAI ലോഗോയും ലൈസൻസ് നമ്പരും ഉണ്ടോയെന്നും നോക്കണം. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കൽ, അഡൾട്രേഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ആഹാരത്തിൽ കലർത്തുന്നതാണ് മായം ചേർക്കൽ. ഉദാഹരണത്തിന്, ശർക്കരയിൽ റൊഡോമിൻ ബി എന്ന സിന്തറ്റിക് ഡൈ ചേർക്കുന്നത് പിടികൂടിയിരുന്നു. ഈ റൊഡോമിൻ ബി ചെറിയ അളവിൽ ശരീരത്തിലെത്തിയാൽ പോലും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. മായമുണ്ടോ എന്ന് നമുക്ക് വീട്ടിൽ വെച്ച് ചിലതൊക്കെ പരിശോധിക്കാമല്ലോ. തേൻ കോട്ടൻ തിരിയിൽ മുക്കി കത്തിക്കുക. നന്നായി കത്തുന്നുണ്ടെങ്കിൽ ശുദ്ധം. പൊട്ടലും ചീറ്റലുമുണ്ടായാൽ മായമുണ്ട്. പഞ്ചസാര ശർക്കര ലായനിയിലെ ജലാംശം കാരണം. മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ വിതറുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് പടരും. ശുദ്ധമായ മഞ്ഞൾപ്പൊടി നിറമിളകാതെ താഴേക്കടിയും. വെളിച്ചെണ്ണ അര ഗ്ലാസ് എടുത്ത് 30 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. ശുദ്ധമായ എണ്ണ മുഴുവനും കട്ടിയാകും. മറ്റേതെങ്കിലും എണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ദ്രാവകമായി മുകളിൽ പൊങ്ങി നിൽക്കും. ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കുന്നതും പ്രധാനമാണ്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ വിഘടന പ്രവർത്തനങ്ങൾ കാരണമാണ് ഭക്ഷണം കേടാകുന്നത്. അവ കേടുവരാതെ സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉണക്കി സൂക്ഷിക്കൽ, ഉദാഹരണം മുളക്, അരി. ഈർപ്പമില്ലാതാക്കി സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം തടയുന്നു. ഉപ്പുലായനിയിൽ സൂക്ഷിക്കൽ, ഉദാഹരണം നെല്ലിക്ക, അച്ചാർ. ഉപ്പ് ജലാംശം വലിച്ചെടുത്ത് സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു. പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കൽ, ഉദാഹരണം ജാം. പഞ്ചസാരയും ഇതേപോലെ ജലാംശം വലിച്ചെടുത്ത് സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു. കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കൽ, ഉദാഹരണം പാൽ, പച്ചക്കറികൾ. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതരാകും. പാസ്ചറൈസേഷൻ, ഉദാഹരണം പാൽ. പാൽ 70 ഡിഗ്രിയിൽ ചൂടാക്കി 30 സെക്കൻഡിന് ശേഷം പെട്ടെന്ന് 10 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുന്നു. ഈ താപവ്യതിയാനം സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടിച്ച് അവയെ നശിപ്പിക്കുന്നു. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്ചർ. അവസാനമായി ശുചിത്വം, ഹൈജീൻ. ഭക്ഷണം വാങ്ങുന്ന സ്ഥലം മുതൽ പാചകം ചെയ്യൽ, കഴിക്കൽ, ബാക്കിയുള്ളവ സൂക്ഷിക്കൽ വരെ എല്ലാ കാര്യങ്ങളിലും ശുചിത്വം പാലിക്കണം. ആഹാരത്തിനു മുമ്പും ശേഷവും കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ശുദ്ധമായ ജലമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കണം. പാത്രങ്ങളും വൃത്തിയായി കഴുകിയിരിക്കണം. ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം നിലനിർത്താൻ കഴിയൂ. ശരിയാണ്. നമ്മളിപ്പോൾ തന്നെ മിക്ക പോയിന്റുകളും പഠിച്ചു കഴിഞ്ഞു.